ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നത് ടൊങ്കാറിരോ എന്ന സ്ഥലത്ത്, ന്യൂസിലൻഡിൽ ടൊങ്കാറിരോ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നാഷണൽ ട്രൗട്ട് സെൻറ്റർ. അതായത് ഈ ട്രൗട്ട് എന്ന് പറയുന്ന ഒരു ഫിഷാണ്, നമ്മുടെ സാൽമണിൻ്റെ പോലത്തെ ഒരു ഫ്രഷ് വാട്ടർ ഫിഷാണ്. അതിൻ്റെ ഒരു സെൻറ്റർ, നമ്മുടെ മ്യൂസിയം, ഹാച്ചറി, അക്വേറിയം അങ്ങനെ എല്ലാം ചേർന്ന് ഒരു സെൻറ്ററാണ് ഇത്. അപ്പോൾ ഇവിടെ അഡൽട്ടിന് വന്നിട്ട് $20 പിന്നെ കിഡ്സിന് ഫിഷ് ചെയ്യാം, ഫിഷിങ്ങിനുള്ള സ്പോട്ട് ഉണ്ട്. പിന്നെ നമുക്ക് മീനുകൾക്ക് തീറ്റയൊക്കെ കൊടുക്കാം, ഫീഡിങ്ങൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ അങ്ങനെ ഒത്തിരി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് അത്യാവശ്യം വാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെന്ന് കയറി അവിടെ ടിക്കറ്റ് ഇതെല്ലാം എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇവിടെ കുറേ ഡക്സിനെയും ഈ ട്രൗട്ട് ഫിഷിനെയൊക്കെ കാണാൻ പറ്റും. ഇത് ആക്ച്വലി ഫ്രഷ് വാട്ടർ ഫിഷാണ്, നമ്മുടെ സാൽമണ് പോലത്തെ ഒരു ഫിഷാണ് ട്രൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു സ്ഥലമായിരുന്നു. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമുക്ക് ഫിഷിനെ ഫീഡ് ചെയ്യാവുന്നതിൻ്റെ കാര്യമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് നടന്നിട്ടാണ് നമ്മൾ റിസപ്ഷനിൽ എത്തിയത്. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ നമുക്ക് അവിടുത്തെ ഗൈഡ് നമുക്ക് അവിടുത്തെ കാര്യങ്ങളും മാപ്പും എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയുണ്ട് അതിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റ്സും കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മൾ കാണുന്ന സ്ഥലം ഫ്ലൈ ഫിഷിംഗ് മ്യൂസിയം ആണ്. പിന്നെ ഇതിൻ്റെ ട്രൗട്ട് ഫിഷിൻ്റെ ഹിസ്റ്ററി, പണ്ട് കാലത്ത് എങ്ങനെയാണ് ആൾക്കാർ മീനൊക്കെ പിടിച്ചിരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൊടുക്കുവല, അങ്ങനത്തെ ഒത്തിരി പണ്ടത്തെ ഫിഷിങ്ങിന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്ത് അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വായിക്കാവുന്നതാണ്. അങ്ങനെ ഈ ഒരു ട്രൗട്ട് ഫിഷിൻ്റെ ഫുൾ ഹിസ്റ്ററി നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ടൊങ്കാറിരോ റിവറിന് അടുത്താണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അവിടുത്തെ ആ റിവറെല്ലാം ഒഴുകി പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഈ വീഡിയോയിൽ മറ്റ് ഭാഗത്തായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ മ്യൂസിയവും ഗാലറി അതെല്ലാം കണ്ട് അവിടുത്തെ ഇതെല്ലാം വായിച്ച് പയ്യെ ഇതിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ട് ആസ്വദിക്കണം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ അക്വേറിയമാണ്, നാച്ചുറൽ വാട്ടർ ഫിഷ് അക്വേറിയമാണ്. ഇതിൽ ഒത്തിരി ഫിഷസ് ഉണ്ട്. ചില സ്ഥലത്തൊക്കെ ഫിഷിനെ നമുക്ക് കാണാം, നമ്മൾ അക്വേറിയത്തിലെ ഫ്രഷ് വാട്ടർ ഫിഷ്. ചില സ്പോട്ടൊക്കെ എംപ്റ്റി ആയിരുന്നു, അവിടെ ഫിഷ് ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അക്വേറിയം ആയിരുന്നു ഇത്. ഒത്തിരി ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സ്പീഷീസ് ഓഫ് ഫിഷിനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി അങ്ങോട്ട് കാണുന്നത് ആക്ച്വലി ഒരു ഫിഷ് ഹാച്ചറി ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഷ് ഹാച്ചറി കാണാൻ പോവാണ്. അപ്പോൾ ഈ ട്രൗട്ട് ഫിഷിൻ്റെ പല സ്റ്റേജിലുള്ള ഏറ്റവും ചെറുതായിരുന്നപ്പോൾ പിന്നെ അതും കൂടി അതിനേക്കാളും കുറച്ചും കൂടി വലുതായിട്ടുള്ളത്. അപ്പോൾ ഇവർ എങ്ങനെയാണ് ഈ ഫിഷസിനെ ഹാച്ച് ചെയ്തെടുക്കുന്നത്, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഒത്തിരി കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓരോ ടാങ്കുകൾ, ഫിഷ് ടാങ്കുകളാണ്. അപ്പോൾ ഇതൊരു ഫിഷ് ഹാച്ചറിയാണ്. അപ്പോൾ ഈ ഫിഷ് ടാങ്കിൽ നമുക്ക് പല വലിപ്പത്തിലുള്ള ഈ ട്രൗട്ട് ഫിഷിനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പല സ്റ്റേജിൽ, ആദ്യം ചെറുതായിരിക്കും, പിന്നെ കുറച്ച് വലുതാവും. അതിന് ശേഷമാണ് ഇവർ ആക്ച്വലി ഇതിനെ ഈ പോണ്ടിലേക്കും അക്വേറിയത്തിലേക്കും റിവറിലേക്കൊക്കെ വിടുന്നത്. അപ്പോൾ ഈ ഒരു ഫിഷിനെ അവരെങ്ങനെയാണ് ജനിപ്പിച്ച് വളർത്തുന്നതെന്നൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഹാച്ചറി കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ സ്ട്രിപ്പിംഗ് പെൻസിനെ കാണാൻ പോവാണ്. പിന്നെ അവിടെ ഒത്തിരി നമുക്ക് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കാടിൻ്റെ ഒക്കെ ഉള്ളിൽക്കൂടെ നടക്കുന്ന ഒരു ഫീലാണ് ഇവിടെ ആക്ച്വലി. പിന്നെ ഇവിടെയും നമുക്ക് കുറേ ഫിഷിനെ അവരിവിടെ വളർത്തിയിട്ട് ഹാച്ച് ചെയ്യാനും ഇതിനും കാര്യങ്ങൾക്കൊക്കെ ബണ്ട് പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇത് മൊത്തം ഒരു 1 hour എടുക്കും നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത്. പിന്നെ ഇവിടെ സ്കൂൾ ഹോളിഡേയ്സിലെല്ലാം നമുക്ക് ഈ കിഡ്സിന് ഇവിടെ വന്നിട്ട് ഫിഷിംഗ് എല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ വരാം. ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഹോളിഡേയ്സിൽ ഓരോ സ്കൂളുകാർ ഗ്രൂപ്പായിട്ടൊക്കെ ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഫിഷിനെ ഫീഡ് ചെയ്യാനായിട്ടുള്ള പല്ലറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇട്ട് കൊടുത്തു. അപ്പം ഒത്തിരി ഫിഷുകൾ വന്ന് അത് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടു നിൽക്കാൻ തന്നെ നല്ലൊരു കാഴ്ചയാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, നമുക്കിവിടെ ബൈക്സ് ഹയർ ചെയ്യാം. അതായത് നമ്മുടെ നാട്ടിലെ സൈക്കിൾ എന്ന് പറയും, ഇവിടെ എല്ലാവരും ബൈക്സ് എന്നാണ് പറയുക. അപ്പോൾ ആ ബൈക്സ് ഹയർ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റും ഈ സൈക്കിൾ ഓടിച്ചിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഫിഷിനെ ഫീഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒത്തിരി ഫിഷസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരിട്ടിങ്ങനെ നമ്മൾ അക്വേറിയത്തിലൊക്കെ ഫിഷിനെ ഫീഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ പുഴയിൽ ഫീഡ് ചെയ്യേണ്ട ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ കുറച്ച് ഡക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് പോയത്. അപ്പോൾ പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വളരെ കൗതുകകരമായ കാഴ്ചകളായിരുന്നു ഇതെല്ലാം. ഇവിടെ ഒത്തിരി ഫിഷിംഗ് സ്പോട്ട്സ് ഉണ്ട്. പിന്നെ ഫിഷിനെ കാണാൻ മാത്രം ഉള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫിഷിൻ്റെ വ്യൂവിങ് പോയിൻ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പുറത്തുനിന്ന് നമുക്ക് ഈ ഫിഷിൻ്റെ ഫുഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിനെ ശരിക്കും ഒരു ഗ്ലാസ്സിൽ ഈ ഫിഷിനെ നമ്മൾ അക്വേറിയത്തിലൊക്കെ വന്ന് വീക്ഷിക്കുന്ന പോലെ നമുക്ക് ഈ ഒരു ഫിഷിനെ കാണാനായിട്ട് സാധിക്കും. അത്രയ്ക്കും വലിയ ഫിഷുകളാണ് ഈ ഒരു ഏരിയയിലുള്ളത്. അപ്പോൾ നമുക്ക് മുകളിൽക്കൂടെ നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കും. അപ്പോൾ താഴത്ത് അത് വന്ന് കഴിക്കുന്നതെല്ലാം കാണാം. അപ്പോൾ ഇതെല്ലാം ഭയങ്കര വലിയ ഫിഷസ് ആയിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു സ്പോട്ട് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. അപ്പോൾ വളരെ എൻ്റർടൈൻമെൻറ്റും അവർക്ക് ഒത്തിരി കൗതുകകരമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇത് ഭയങ്കര വലിയ ഫിഷുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മളതിനെ ഫീഡൊക്കെ ചെയ്ത് ശരിക്കും നമ്മൾ ഇതിനിങ്ങനെ ശരിക്കും നമ്മൾ ഈ ഒരു ഗ്ലാസ്സുമ്പോൾ നമ്മൾ ഇങ്ങനെ അടുത്ത് വെച്ച് ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ശരിക്കും കടലിൽ ഇറങ്ങിയൊരു ഫീലായിരുന്നു തോന്നണേ. കടലിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ഈ മത്സ്യത്തിനൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക്.
അങ്ങനെ നമ്മൾ ഫിഷിനെയൊക്കെ ഫീഡ് ചെയ്തു. പിന്നെ അതിന് ശേഷം നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് നടന്നു പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഈ ഫിഷിനെയും ഡക്കിനെയും ഒക്കെ കാണാം. ഇവിടെ ഏറ്റവും കൂടുതൽ ട്രൗട്ട് ഫിഷാണ് ഉള്ളത്, പക്ഷെ അല്ലാത്ത ഒത്തിരി ഫിഷസും ഉണ്ട്. അപ്പോൾ നാച്ചുറലി നമുക്ക് കുറച്ചും കൂടി പ്രകൃതിയോടെ ഇണങ്ങി നമുക്ക് ഇതിനെയെല്ലാം കാണാൻ സാധിക്കുന്ന ഒരു സ്പോട്ട് കൂടിയാണിത്. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്ന ഒരു കിടിലൻ ആയിട്ടുള്ള സ്പോട്ട്. നമുക്ക് ഫിഷിനെ ശരിക്കും ഫീഡ് ചെയ്യാൻ പറ്റുന്നൊരു പോണ്ടാണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കിവിടെ ഫിഷിനെ ഫീഡും ചെയ്യാം. പിന്നെ ഇവിടെ ഒത്തിരി നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സീനറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒത്തിരി ഫിഷസ്, ഈ ഒരു പോണ്ട് നിറയെ ഫിഷാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒത്തിരി ഫിഷ് പെല്ലറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം ഇങ്ങനെ ഒരേ സ്പോട്ടിൽ ഇട്ടിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കുമായിരുന്നു. അപ്പോൾ ഈ ഫിഷ് ശരിക്കും തുള്ളി കളിക്കുന്നതും ഈ ഒരു തീറ്റ എടുക്കുന്നതും ഒക്കെ കാണാനായിട്ട് സാധിക്കും. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ ഈ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു ഡക്കും വന്നിട്ട് ഈ ഒരു ഫുഡ് കഴിക്കാൻ നോക്കും. എന്ത് രസമാണല്ലേ നമ്മൾ ഈ പെല്ലറ്റ്സ് ഇട്ട് കൊടുക്കും. നമ്മൾ ഓരോന്ന് ഇട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഉണ്ടാവില്ലേ. ഇപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു സ്ഥലത്തേക്ക് തന്നെ ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഈ ഒരു ഫുഡ് ഇട്ട് കൊടുക്കായിരുന്നു. അപ്പോൾ ഈ ശരിക്കും മീൻ ശരിക്കും ചാടിയിട്ടൊക്കെ ഈ ഒരു ഫുഡ് എടുക്കാൻ വരുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചായിരുന്നു. നമ്മൾ ഒത്തിരി ടൈം ഈ ഒരു ഫിഷിനെ ഫീഡ് ചെയ്യാനായിട്ട് ഇവിടെ നിന്നിരുന്നു. നമ്മുടെ പെല്ലറ്റ്സ് മൊത്തം നമ്മൾ ഈ ഒരു പോണ്ടിലാണ് കൂടുതലായിട്ട് ഫീഡ് ചെയ്തത്. അപ്പോൾ ഈ മീനിങ്ങനെ ചാടണതും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സമയം ഈ ഒരു പോണ്ടിന് ചുറ്റും തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്തു. ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടിയപ്പോഴാണ് നമ്മൾക്ക് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് വന്ന പൈസ മുതലായെന്ന് തോന്നി. അങ്ങനത്തെ ഒരു നിമിഷമായിരുന്നു ഈ ഒരു ഫിഷ് ഫീഡിങ് വന്നിട്ട്. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ ലൈക്സും കമൻസും ഒക്കെ അറിയിക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഈ ഒരു പോണ്ടിൻ്റെ ചുറ്റുമുള്ള വ്യൂ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് ഇനി നമ്മൾ തിരിച്ച് നമ്മളുടെ ആ റിസപ്ഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമുക്ക് സൈഡിൽ കൂടെ ഈ വെള്ളം ഒഴുകുന്നതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറച്ച് വാക്കുണ്ട്, എന്നാലും വളരെ നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് ഒരു റിസപ്ഷൻ ഏരിയയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ന്യൂസിലൻഡിലെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് പബ്ലിക് സ്പേസിൽ, പബ്ലിക് പാർക്സോ എന്ത് പബ്ലിക്കായിട്ടുള്ള എന്ത് സ്ഥലത്ത് പോയാലും നമുക്കവിടെ ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ അതിനെല്ലാം ഉള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടൊങ്കാരിഡോ നാഷണൽ ട്രൗട്ട് സെൻറ്ററിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. Thank you for watching. Keep supporting me.